ഹലോ എവരി വൺ മാച്ച് ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ലെമൺ ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പം ഞാനത് നോൺ വെജ് ആയിട്ടാണ് ഉണ്ടാക്കിയത്. നമുക്കിത് ചിക്കൻ സ്റ്റോക്ക് വെജിൻ്റെ ചിക്കൻ സ്റ്റോക്ക് യൂസ് ചെയ്ത് നമുക്കത് വെജായിട്ടും സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കെന്നാൽ വേഗം റെസിപ്പിയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇതിനകത്ത് ചിക്കൻ സ്റ്റോക്കും അവസാനം ഗാർണിഷ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ചിക്കൻ വേവിച്ചതും കൂടി ചേർത്തത് കൊണ്ട് ലെമൺ ചിക്കൻ സൂപ്പായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം കേട്ടോ. എന്നാൽ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം തന്നെ എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് ആണ് കാണിക്കുന്നത്. ഞാനിപ്പോൾ ക്യാബേജ്, ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, സവാള, പിന്നെ ചിക്കൻ സ്റ്റോക്ക്, ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു പാത്രം അടുപ്പത്തേക്ക് വയ്ക്കുന്നുണ്ട്. അതിനകത്തേക്ക് ഒരു അല്പം സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ ഇത് ഉപയോഗിക്കില്ല കേട്ടോ, സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം അതിനകത്തേക്ക് ഏറ്റവും വേവുള്ള ബീൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം സവാള ചേർത്ത് കൊടുത്തു. നമ്മളിത് സൂപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഹാഫാണ് കുക്ക് ചെയ്യുള്ളൂ, ഒരുപാട് അങ്ങ് വേവിക്കില്ല. പിന്നെ അതിനുശേഷം ക്യാരറ്റ്, ചെറുതായിട്ട് എരിഞ്ഞിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനം ഒരല്പം വേവുള്ള ക്യാബേജും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും നമ്മൾ ചേർത്ത് കേട്ടോ. പിന്നെ ഒരല്പം ക്യാപ്സിക്കം കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്യാം. പിന്നെ ഇതിനകത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരല്പം. നമ്മൾ പിന്നെ ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതെല്ലാവരും എല്ലാ വെജിറ്റബിൾസിലേക്കും ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റോ 2 മിനിറ്റോ എങ്ങാനും അടച്ച് വെച്ചിട്ട് അതൊന്ന് ചെറുതീയിൽ വേവിക്കുക കേട്ടോ. അപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും വെജിറ്റബിൾ ചെറുതായിട്ട് എരിഞ്ഞതുകൊണ്ടാണ് ഞാൻ 2 മിനിറ്റ് വെച്ചുള്ളൂ. അപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് വെജിറ്റബിൾ സ്റ്റോക്കാണ് നമ്മുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ വെജിറ്റബിൾ സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ലെമൺ സൂപ്പ് റെഡിയാവും. അപ്പോൾ നമുക്കിപ്പോൾ ചിക്കൻ്റെ ആയതുകൊണ്ട് ചിക്കൻ്റെ ഒഴിച്ചു കൊടുത്തു. പിന്നെ അടുത്തതായിട്ട് നമുക്കൊരു ചില കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്ത് വെള്ളത്തിൽ മിക്സ് ചെയ്ത ശേഷം അതും കൂടിയും അതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. ഇതൊഴിക്കുന്ന സമയത്ത് ചെറുതീയിൽ വേണ്ടിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് പെട്ടെന്നൊരു കുറുതായിപ്പം. സൂപ്പ് അങ്ങനെ ഒരുപാട് കുറുതായിട്ടല്ല, ഇച്ചിരി ലൂസായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റും കൂടിയും അടച്ചു വെച്ചു. തീ ഓഫ് ചെയ്തതിന് ശേഷം നോക്കിക്കഴിഞ്ഞപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് നമ്മുടെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ലെമൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് കേട്ടോ ചേർക്കുക. ഞാനൊരു ഹാഫ് ലെമൺ ചേർത്തുള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യും. അപ്പം നമ്മളുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ചിക്കൻ ലെമൺ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് സെർവ് ചെയ്യാമല്ലോ. സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ 2 പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒന്ന് ഡിസൈൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് ഞാൻ ചൂടോട് തന്നെ ഒഴിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ വേവിച്ചതുണ്ടായിരുന്നു, അത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ചിക്കനൊക്കെ കടിക്കാൻ കിട്ടുന്ന ഒരു ടേസ്റ്റ് ആയിട്ടല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചേർത്തെടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. പിന്നെ ഒരു ഇത്തിരി കുക്കുംബർ എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. കുക്കുംബർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതുപോലെ നല്ല തണുപ്പ് കിട്ടാനും ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കടിക്കാനൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മല്ലിയിലും കൂടി വെച്ചു. ഇനി നിങ്ങൾ ഇതിൻ്റെ ഉപ്പും ഓരോരുത്തരുടെ ഇഷ്ടത്തിന്, പെപ്പറും ഇഷ്ടത്തിന് നമുക്ക് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ചിക്കനൊക്കെ മേടിക്കുമ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി വെജ് ആണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്.